നമ്മുടെ എനർജി കത്തിപ്പോവാതെ എങ്ങനെ രക്ഷപ്പെടാം? അതിനുള്ള വഴിയാണ് നിശ്ശബ്ദത. വെറുതെ മിണ്ടാതിരിക്കലല്ല, അതൊരു ശക്തമായ കവചമാണ്. ഇവിടെ നിശ്ശബ്ദത എന്ന് പറയുമ്പോൾ അത് വെറുതെ വായടച്ചു പിടിക്കുന്ന ഏർപ്പാടല്ല. അതിനെ നമുക്ക് മൗനം എന്ന് വിളിക്കാം. അതായത് ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. നമ്മുടെ ദേഷ്യത്തെയും ഈഗോയെയും ഒക്കെ നിയന്ത്രിച്ച് നമ്മുടെ ഉള്ളിലുള്ള വിവേകത്തിന് സംസാരിക്കാനൊരവസരം കൊടുക്കുന്ന അവസ്ഥ. ഈ താരതമ്യം ഒന്ന് നോക്കിക്കേ. ഒരു സൈഡിൽ തർക്കങ്ങൾ നമ്മുടെ എനർജി മുഴുവൻ വലിച്ചെടുക്കുന്നു, ഈഗോയെ വളർത്തുന്നു, ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. മറ്റേ സൈഡിലോ മൗനം നമ്മുടെ എനർജിയെ സംരക്ഷിക്കുന്നു, ഈഗോയെ പതിയെ ഇല്ലാതാക്കുന്നു, പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വ്യത്യാസം വളരെ ക്ലിയർ അല്ലേ? അതായത് നിശ്ശബ്ദത വെറുമൊരു ശൂന്യതയല്ല, അതൊരു ഭാഷയാണ്. അത് കലഹങ്ങളുടെയും ബഹളങ്ങളുടെയുമൊക്കെ ശബ്ദത്തെ ഇല്ലാതാക്കുന്നു. ആ ശാന്തതയിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ളൊരു പുരിതൽ, ഒരു ധാരണയുണ്ടാകുന്നത്. അതുകൊണ്ട് നിശ്ശബ്ദത ഒരു കവചം മാത്രമല്ല, നല്ല ചിന്തകൾക്ക്